സി സെക്ഷൻ സ്കാർ മസാജ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ സ്കാർ ടിഷ്യൂ നമ്മൾ ഇനീഷ്യലി ഒരു 6 വീക്ക് കഴിഞ്ഞ് വേണം മസാജ് സ്റ്റാർട്ട് ചെയ്യാൻ. മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസിഷൻ കംപ്ലീറ്റ്ലി ഹീൽഡ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്കാർ ടിഷ്യൂ ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബഡ്സോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ പാഡോ യൂസ് ചെയ്ത് പതുക്കെ ജെന്റിലായിട്ട് ഈ സ്കാർ ടിഷ്യൂവിന്റെ മുകളിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്കാർ ടിഷ്യൂ ഡീസെൻസിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ സ്കാറിൽ മുകളിൽ പതുക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഒരു ചെറിയ പ്രഷർ അപ്ലൈ ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പുൾ ചെയ്ത് പിടിക്കാം. ഇത് എൻ്റയർ സ്കാർ ലെങ്ത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. സോ അതേപോലെ തന്നെ നമ്മൾ സ്കാർ ടിഷ്യൂവിന്റെ താഴ്ഭാഗത്തും ജെന്റിൽ പ്രഷർ അപ്ലൈ ചെയ്ത് ഇതുപോലെ താഴോട്ട് പുൾ ചെയ്ത് പിടിക്കുക, ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യാം. ഇനീഷ്യലി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടാം. സോ നമ്മൾ ജെന്റിലായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ സ്കാർ ടിഷ്യൂവിന്റെ താഴെയും മുകളിലുമായിട്ട് ഇതുപോലെ സൈഡ് ടു സൈഡ് മൊബിലൈസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുകളിലും നമ്മൾ സൈഡ് ടു സൈഡ് മൊബിലൈസ് ചെയ്ത് കൊടുക്കാം. സ്കാർ ടിഷ്യൂവിന്റെ രണ്ട് എൻഡും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സ്കാർ ടിഷ്യൂവിന് ചുറ്റും ഇതുപോലെ റൗണ്ട് ആയിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം മസാജ് ചെയ്യാൻ. ആൻഡ് സ്കാർ ടിഷ്യൂ കംപ്ലീറ്റ്ലി ഹീൽഡ് ആണെങ്കിൽ നമുക്ക് സ്കാർ ടിഷ്യൂ പിഞ്ച് ആൻഡ് മൊബിലൈസും കൂടെ ചെയ്യാവുന്നതാണ്. സോ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് ഹീലായി എന്നുള്ള ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ജെന്റിലായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം. മസാജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സി സെക്ഷൻ സ്കാർ ഫോർമേഷനും അതുപോലെ തന്നെ ഈ ലോവർ ടമ്മിയിൽ സ്കാർ ഷെൽഫ് ഫോം ചെയ്യുന്നതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും.